ക്രിസ്തുവേ ഓർക്കുകിൽ തീരുമെന്നാമയം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർണൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ദിവസമാണല്ലോ. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഒന്നിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഹോശേയ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ. അന്നാളിൽ ഞാൻ ജിസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഒടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. പ്രവാസത്തിന് മുൻപുള്ള പ്രവചനങ്ങൾ എന്നും പ്രവാസ പ്രവചനങ്ങൾ എന്നും പ്രവാസ അനന്തര പ്രവചനങ്ങൾ എന്നും 3 നിലയിലാണ് പ്രവചനങ്ങളെ നാം പഠിക്കേണ്ടത്. ഒന്ന്, പ്രവാസത്തിന് മുൻപുള്ള പ്രവചനങ്ങളെ പ്രീ എക്സൈൽ പ്രോഫസീസ് എന്നുള്ളതായ പ്രവചനം. മറ്റൊന്ന് പ്രവാസ പ്രവചനങ്ങൾ എക്സൈൽ പ്രോഫസീസ്. മറ്റൊന്ന് പ്രവാസ അനന്തര പ്രവചനം പോസ്റ്റ് എക്സൈൽ പ്രോഫസീസ്. ഇതിൽ നാം പഠിക്കാൻ പോകുന്നത് പ്രവാസത്തിന് മുൻപുള്ള പ്രവചന പുസ്തകമായ ഹോശേയയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഈ ഹോശേയയുടെ പുസ്തകം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്നത് 14 അധ്യായങ്ങളും ഏതാണ്ട് 211 വാക്യങ്ങളുമാണ് നമുക്കിതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. ആ നിലയിൽ ഒരു വലിയ ഒരു പുസ്തകമായിട്ടാണ് ഹോശേയ പുസ്തകത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ബേരിൻ്റെ ചരിത്രത്തോടുകൂടിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ബേരിയുടെ മകനായ ഹോശേയ്ക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിൻ്റെ മകളായ ഗോമേറിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, അവന് ഒരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവനെ ജിസ്രയേൽ, ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കുക. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ജിസ്രയേലിൻ്റെ രക്തപാതകങ്ങളെ യേഹൂ ഗ്രഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. അതിനുശേഷമാണ് 5-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. അന്നാളിൽ ഞാൻ ജിസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഒടിച്ചു കളയും. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് വില്ലൊടിക്കുന്ന ദൈവം എന്നാണ്. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ഈ വിധമായ പ്രയോഗങ്ങൾ ബൈബിളിൻ്റെ പല ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയും. തൂക്കി നോക്കുന്ന ദൈവം, വില്ലൊടിക്കുന്ന ദൈവം, ന്യായവിധി നടത്തുന്ന ദൈവം, തൂക്കിയെറിയുന്ന ദൈവം, അങ്ങനെ പല പ്രയോഗങ്ങൾ പല സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അന്നാളിൽ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഒടിച്ചു കളയുമെന്നാണ്. ശ്രദ്ധിച്ച് വായിച്ചാൽ ഇത് രണ്ടും ശബ്ദം കൊണ്ട് ഒരുപോലെ ഇരിക്കുമെങ്കിലും ആദ്യത്തെ നമ്മൾ വായിച്ചത് ജിസ്രയേൽ എന്നാണ്. ഇംഗ്ലീഷിൽ JEZREAL ജിസ്രയേൽ. എന്നാൽ ഇസ്രായേൽ എന്നുള്ളതിന് ISRAEL എന്നാണ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് ശബ്ദം ഒരുപോലെ വരുമെങ്കിലും ജിസ്രയേൽ ആൻഡ് ഇസ്രായേൽ. അപ്പോൾ ഇവിടെ ജിസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ദൈവം ഒടിക്കും എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഇതൊരു പ്രവചന പഠനമായ ഒരു കാര്യമാണല്ലോ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുമല്ലോ. ദിബ്ലയീമിൻ്റെ മകളും ഹോശേയ പ്രവാചകൻ്റെ ഭാര്യയുമായ ഗോമേറിൽ ആദ്യം ജനിച്ച മകനാണ് ജിസ്രയേൽ. അതിൻ്റെ അർത്ഥം ദൈവം വിതയ്ക്കും എന്നാണ്. ഇത് ചരിത്രപരമായ ഒരു പഠനം നടത്തിയാൽ കിശോൻ തോടിൻ്റെ കരയിലുള്ള മനോഹര സുഖവാസ സ്ഥലത്തിൻ്റെ പേരാണ് ജിസ്രയേൽ. ആ പേരാണ് പ്രവാചകൻ 1-ാമത്തെ മകന് നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച്
ദെബോര ഒരിക്കൽ തൻ്റെ പാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരാതന നദികളായ കീശോൻ തുടങ്ങി താബോർ, ഗിൽബോവ എന്നീ മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി ജിസ്രിയിൽ സമതലത്തിൽ പതിക്കുന്നു. ന്യായാധിപന്മാർ 5:21 കാണാം. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 100% വിളവാണ് ഈ ദേശത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 100% വിളവ് ഉള്ള ഈ സ്ഥലത്ത് ദൈവം എന്തിന് ന്യായവിധി നടത്തി ശാപപൂർണമാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സ്ഥലസഭയിൽ ദൈവജന ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അത് ഗെരാറിൽ ഇസ്ഹാക്ക് കൃഷി ചെയ്തപ്പോൾ 100% അവന് ഫലം നൽകി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവന് 100% ദൈവം ഇസ്ഹാക്കിന് ഫലം നൽകിയത്? അവന് തൻ്റെ പിതാവായ അബ്രഹാം വേദിയിൽ പിടിച്ചുകെട്ടി അവനെ എന്ത് ചെയ്തു? യാഗം നടത്താൻ പോവുകയാണ്. അവൻ്റെ വായിൽ നിന്ന് യാതൊരു വിസമ്മതവും ഉണ്ടാകാതെ 100% പിതാവിനെ അനുസരിച്ചപ്പോൾ തന്നെ ദൈവത്തിനായിട്ട് തന്നെ സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ 100% തന്നെത്താൻ സമർപ്പിച്ച അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്ക് ആ വേദിയിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നതും അവന് പകരം ഒരു ആട്ടുകൊറ്റൻ അറുക്കപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അനുസരണം തികഞ്ഞ അനുസരണമായിരുന്നു. അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഈ ഇസ്ഹാക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. അതുകൊണ്ട് താൻ ദൈവത്തിൻ്റെ കാര്യങ്ങളെ അതുപോലെ തന്നെ അനുസരിച്ച് നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുന്ന ഇസ്ഹാക്കിനെ കാണാം. പിൽക്കാലത്ത് ഈ ഇസ്ഹാക്ക് ഗെരാറിൽ ചെന്ന് കൃഷി നടത്തിയപ്പോൾ അവിടെ 100% തനിക്ക് വിളവുണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നാമനിമിത്തം നിങ്ങൾ അപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളോ പുരയിടങ്ങളോ നിങ്ങൾ വിട്ടാൽ എന്നെ അനുഗമിച്ചാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ ഇരട്ടി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നാം തിരുവെഴുത്ത് പഠിക്കുന്നുണ്ട്. എന്നാൽ തിരുവെഴുത്ത് പഠിക്കുന്ന ഒരു വ്യക്തി ഞാൻ ഇത്രയെല്ലാം കൊടുത്തിട്ട് എനിക്ക് നഷ്ടമുണ്ടാകുമോ എന്നുള്ള ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നാം ദിനവൃത്താന്തം പഠിക്കുമ്പോൾ ഒരു രാജാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. രാജാവ് ഇസ്രായേലിനോട് അന്യജാതികളോട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഇസ്രായേലിൽ 1,00,000 ആളുകളെ തയ്യാറാക്കുന്നതിന് വേണ്ടി 100 വെള്ളിക്കാശ് കൊടുത്ത് റെഡിയാക്കിയാണ്. അപ്പോൾ ഒരു പ്രവാചകനോട് പറഞ്ഞത്, അമസ്യാവേ, നീ ചെയ്യുന്നത് ശരിയല്ല. ഇസ്രായേൽ വിഗ്രഹത്തെ സേവിച്ചും ആരാധിച്ചും തരം കിട്ടുമ്പോഴൊക്കെ അവർ പിന്മാറിപ്പോകുന്നവർ, അവരെ കൊണ്ട് നീ യുദ്ധത്തിന് പോയാൽ നിനക്ക് വിജയം നേടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ, ഞാൻ 100 വെള്ളിക്കാശ് കൊടുത്തു പോയല്ലോ, അതെന്ത് ചെയ്യും? അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, നിനക്ക് അതിൻ്റെ ഇരട്ടി ദൈവം നിനക്ക് തരും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പലരും കർത്താവിന് കൊടുത്തേച്ച് നെഞ്ചു തിരുമ്മതുണ്ട്. അങ്ങനെ നെഞ്ചു തിരുമ്മേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 100 കൊടുത്തെങ്കിൽ അതിന് ഇരട്ടി തരാനായിട്ട് കർത്താവിന് കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിലെ വായിക്കുന്നത്, അമർത്തിക്കുലുക്കി നിങ്ങൾക്ക് തരുമെന്നാണ്. അതിനുള്ള വിശ്വാസം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്, ഇല്ലേ? ദൈവം ഒരിക്കലും ഒരു പിശുക്കനല്ല, പഞ്ഞനല്ല. കാരണം തൻ്റെ പുത്രനെ തന്നെ നമുക്ക് തന്നത്. ആ ദൈവം ഇനിയും നമുക്ക് വേണ്ടി തരാനായിട്ട് സന്നദ്ധനാണ്. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിൻ്റെ അവിശ്വാസമല്ലേ 100% റിസൾട്ട്, 100% വിളവ് കൊയ്തെടുക്കാൻ കഴിയാതെ പോകുന്നത്? ഇവിടെ നോക്കുക, 100% വിളവ് ഈ താഴ്വരയിൽ ലഭിച്ചു. അങ്ങനെ ആ താഴ്വരയിൽ ലഭിച്ചതായ 100% ലഭിച്ചതായ ഈ താഴ്വര, ആ സ്ഥലം ദൈവം എന്തുകൊണ്ട് ന്യായവിധി നടത്തി ശാപപൂർണമാക്കി മാറ്റിയിരിക്കുന്നു? എന്നെയും ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ആ കാര്യം നിങ്ങളെയും ചിന്തിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥലത്താണ് ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ ഗ്രീഷ്മഗൃഹം, അതായത് ശീതകാല അരമന എന്ന് പറഞ്ഞു. ഇതിൻ്റെ സമീപത്തായിരുന്നു നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. 1 രാജ 21 അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇസ്രായേലിൽ ഭക്തനായിരുന്ന നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം
ആഹാബിൻ്റെ ഈ ചീരയുടെ തോട്ടം ആക്കണം. ഇവിടെ ചിന്തനീയമായ ഒരു വിഷയം, നാബോത്തും കുടുംബവും ദ്രാക്ഷാരസം കുടിക്കുന്നതാണോ അതോ ആഹാബും കുടുംബവും ചീര കൂട്ടുന്നതാണോ പ്രയോജനം? ഇവിടെ വിലയുള്ളതിനെ വിലയില്ലാതാക്കി തീർക്കുന്ന പരിപാടിയാണ് പിശാചിൻ്റെ പരിപാടി. എന്നെ ശ്രദ്ധിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ആഹാബ് എന്ത് ചെയ്തു? ആഹാബ് രാജാവ് ചോദിച്ച ഈ കാര്യം അത്ര നിസ്സാരമായിരുന്നില്ല. കാരണം നാബോത്തിൻ്റെ പിതൃ അവകാശം ആഹാബിന് ലഭിച്ചാൽ ഒരു സ്വതന്ത്ര ഇസ്രായേലിനായി രാജാവ് തീരും. എബ്രായ നിയമം അനുസരിച്ച് അത് മതപരമായ നിയമങ്ങളിലേക്കും പ്രവേശനം ലഭിക്കും. പട്ടണത്തിലെ മൂപ്പൻ സ്ഥാനത്തേക്കുള്ള എന്ത് ചെയ്തു? അവരോധിക്കാനുള്ളതായ സാധ്യതയുണ്ട്. ആ വിധമായ യോഗ്യതയും ഇതിലൂടെ ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആഹാബ് എന്ത് ചെയ്തു? ആഹാബാണ് ചൊളിവിൽ ഈ ചീരത്തി തോട്ടം എന്ത് ചെയ്ത് അവന് വിട്ടുകൊടുത്തിട്ട് അവൻ്റെ മുന്തിരിത്തോട്ടം അവകാശമായ ഭൂമി മേടിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്ത് ചെയ്തു? അത് സാധിച്ചെടുക്കുവാൻ തൻ്റെ ഭാര്യയെ സ്വാധീനിച്ചു. നാബോത്തിനെ ബോധിപ്പിച്ചു. എന്നാൽ തൻ്റെ പ്രതികരണം തികച്ചും ആഹാബിന് പ്രകോപനം ഉണ്ടാക്കുന്നതായിരുന്നു. ഇസ്രായേൽ ഒരുവന് ലഭിച്ച ജന്മാവകാശം വിൽക്കാനുള്ള അവകാശമില്ല. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെ, 36 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. വിസ്താര ഭയത്താൽ ഞാനത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് ചേർത്ത് പഠിച്ചാൽ മനസ്സിലാകും. ഇതിൻ്റെ വിലയും നിലയും മനസ്സിലാക്കണം. അതിൻ്റെ വിലയും നിലയും മനസ്സിലാക്കാതെ രൂപേണത് നഷ്ടപ്പെടുത്തി. 1 ദിനവൃത്താന്തം 5:1. ഇസ്രായേലിൽ ജ്യേഷ്ഠാവകാശം യോസേഫിനും രാജ്യത്വം യഹൂദയ്ക്കും പൗരോഹിത്യം ലേവിക്കും ലഭിച്ചു. സംഖ്യ 17 നോക്കുക. ഇസ്രായേലിലെ ഒരുവൻ്റെ പാപം, ജീവിതത്തിൻ്റെ അശുദ്ധ ജീവിതം എത്ര വലിയ നഷ്ടങ്ങൾ രൂപേന് നഷ്ടമായി എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ന്യായപ്രമാണം നന്നായി അറിയാവുന്ന നാബോത്ത് ഈ ആഹാബ് പറഞ്ഞതായ കാര്യം അല്ലെങ്കിൽ ആവശ്യപ്പെട്ട കാര്യം, ഈ ഓഫർ എന്ത് ചെയ്തു? വിസമ്മതിച്ചു. ഇതൊരു റോയൽ ഓഫറായിരുന്നു. അങ്ങനെ ഒരു റോയൽ ഓഫർ നമ്മുടെ മുൻപിലേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ അതിന് പറയും. എന്നാൽ അത് തിരുവെഴുത്തറിയാവുന്ന, ന്യായപ്രമാണം അറിയാവുന്ന നാബോത്ത് അതെന്തില്ല, അത് വിസമ്മതിച്ചു. കാരണം തിരുവെഴുത്ത് എന്ത് പറയുന്നു? സദൃശ്യം 21:21, നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്രായേലിലെ രാജാവായ ആഹാബ് നിരാശനായി ഭക്ഷണം വെടിഞ്ഞു, വെള്ളം കുടിക്കാതെയായി. വിവരം തൻ്റെ റാണിയായ ഇസബേൽ അറിഞ്ഞു. അവളുടെ ഗൂഢതന്ത്രത്തിലൂടെ നാബോത്തിനെ മൂപ്പന്മാരുടെയും പ്രധാന ദേശാധിപതിമാരുടെയും മുൻപിൽ കൊണ്ടുവന്നു. ഈ മൂപ്പന്മാരും പ്രമാണികളും ദൈവത്തെക്കാൾ കൂടുതൽ ഇസബേലിനെ ഭയപ്പെട്ടു. അങ്ങനെ ഒരു വ്യാജ ഉപവാസം പ്രസിദ്ധം ചെയ്തു. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു. അവൾ വായിക്കും, തനിക്ക് അനുകൂലമല്ലാത്തതും രാജാവിന് അനുകൂലമായും സാക്ഷിച്ചു. അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ഒരു എഴുത്ത് ഇസബേൽ ഉണ്ടാക്കി. അങ്ങനെ നിർദോഷിയായ നാബോത്തിൻ്റെ രക്തം ചൊരിയിക്കുവാൻ ഒരു കോഴ കേസ് ഉണ്ടാക്കി. സഭാപ്രസംഗി 7:7 വായിക്കുന്നു, കോഴയാൽ മനുഷ്യനെ സ്വാധീനിക്കാം, ദൈവത്തെയോ. ഈ സമയം പ്രവാചകനായ ഏലിയാവ് ആഹാബിന് എതിരായി പ്രവചിച്ചു. 1 രാജ 21-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 24 വരെ, നീ അവനെ കൊല ചെയ്തുവോ എന്ന് യഹോവ ചോദിച്ചു. നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് നിന്റെ രക്തം നക്കും. ഇസബേലിനോടും അങ്ങനെ തന്നെ അരുളി ചെയ്തു. ഇസ്രായേലിൻ്റെ മതിലരികെ വെച്ച് തിന്നുകളയും. മക്കളുടെ കാര്യം ഓർപ്പിച്ചു. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾ തിന്നും. നോക്കുക, രാജകീയമായ നാടുനീങ്ങൽ ലഭിക്കേണ്ടവരുടെ ദുസ്ഥിതി. ആഹാബിൻ്റെ ഈ കുടില തന്ത്രം തനിക്കും കുടുംബത്തിനും എന്നേക്കുമുള്ള ഒരു കണിയായി എന്ന് മാത്രമല്ല, മുൻ പ്രവചനപ്രകാരം ഇസ്രായേൽ പ്രദേശത്ത് വെച്ച്
നായ്ക്കൾ തിന്നു അവരുടെ രക്തം നക്കി. നോക്കുക, ഇവിടെ നമ്മൾ വായിച്ച ഈ ചിന്തിച്ചു വരുന്ന ഈ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ആഹാബിൻ്റെ ഈ കുടില തന്ത്രം തനിക്കും കുടുംബത്തിനും എന്നേക്കുമുള്ള കണിയായി മാറി. മനുഷ്യനെ സംബന്ധിച്ച് പ്രശംസയുണ്ടാകുമ്പോൾ, ധനമുണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും, അതവൻ്റെ കുടുംബത്തിന് ദോഷമായിരിക്കും. ഗിദെയോനെ സംബന്ധിച്ച് നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. അവൻ എന്ത് ചെയ്തു? അവന് അതേ മിദ്യാനിയരേക്ക് ജയിച്ചു വന്നപ്പോൾ അവരുടെ പൊൻകടുക്കിനും മറ്റുമൊക്കെ എന്ത് ചെയ്തു? അവരുടെ അതോട് ആവശ്യപ്പെട്ട് അവർ നിർബന്ധത്താലും അല്ലാതെയൊക്കെ ഊരിക്കൊടുത്തു. അതുകൊണ്ടൊരു ഏഫോദ് ഉണ്ടാക്കിയതായിട്ട് വായിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത് 8-ാം അധ്യായത്തിൽ വായിക്കുന്ന ആ ഏഫോദ് ഗിദെയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നെന്ന് വായിക്കുന്നു. അനാവശ്യമായിട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ജനമെല്ലാം ഏഫോദിനെ വന്ദിക്കുന്നതിനും ആദരിക്കുന്നതിനും പിൽക്കാലത്ത് വിഗ്രഹസേവ ഉണ്ടാകുന്നതിനും കഴിഞ്ഞ കാലങ്ങളിൽ മിദ്യാനിയരെ തോൽപ്പിച്ചവനും വളരെ വർഷങ്ങളോളം സ്വസ്ഥത ഇസ്രായേലിന് ഉണ്ടാക്കി കൊടുത്തവനുമായ നല്ല ഈ ഗിദെയോൻ്റെ ഈ നല്ല പ്രവർത്തനങ്ങളെ ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാക്കി തീർക്കുവാനിടയായിട്ടുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തിരുവെഴുത്തിൽ എന്താണ് പറയുന്നത്? നല്ല പേര് സുഗന്ധദ്രവ്യത്തെക്കാളും നല്ലതെന്നാണ്. സഭാപ്രസംഗി 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. എന്നാൽ നല്ല തൈലമാകട്ടെ, പേരാകട്ടെ, അത് നശിച്ചു പോകുവാൻ അല്ലെങ്കിൽ അത് അഴുക്കാകാൻ ഒരു നിമിഷം മതി. സഭാപ്രസംഗി 10-1 അവിടെ വായിക്കുന്നത്, ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കും. നോക്കുക, തൈലം എത്ര വിലയേറിയതാണ്. അവിടെ വായിക്കുന്നത് പ്രഷ്യസ് ഓയിൽ എന്നാണ്. ഈ പ്രഷ്യസ് ഓയിലായിരിക്കുന്ന ഈ തൈലം എന്ത് ചെയ്തു? അതിനകത്ത് ഈച്ച വീണ് ചത്താൽ എന്താകുന്നു? അത് നാറുന്നു, ദുഷിക്കുന്നു, സുഗന്ധമായിരിക്കുന്നത് ദുർഗന്ധമായി മാറുന്നു. ഇവിടെ ഗിദെയോനും അതല്ലേ സംഭവിച്ചത്? ഇവിടെ ആഹാബും കുടുംബവും എന്ത് ചെയ്തു? അവരുടെ ഈ കുടില തന്ത്രം അവനും അവൻ്റെ കുടുംബത്തിനും എന്നേക്കുമായിട്ടുള്ള കണിയായിട്ട് മാറി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കുടില തന്ത്രങ്ങൾ മെനഞ്ഞ് സ്ഥലസഭകളിലോ കുടുംബങ്ങളിലോ മറ്റേതിലും കാര്യങ്ങളിൽ അത് ഏതെങ്കിലും നിലുള്ളതായ ട്രിക്കുകളിലൂടെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ ആ ട്രിക്കുകൾ, ആ കുടിലതന്ത്രം നിങ്ങൾക്കൊരു കണിയായിരിക്കുമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ചെറിയ ട്രിക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ആ കർത്താവിനെ സ്നേഹിക്കുന്നവരും പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അല്ലേ നമ്മൾ ട്രിക്കുകൾ ഉപയോഗിച്ചാലോ കുടിലതന്ത്രം നിങ്ങൾ മെനഞ്ഞാലോ നമ്മൾ ഓർക്കുന്നത് ഇപ്പോഴൊന്നും നമുക്കൊരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്നാണ്. എന്നാൽ ഒരു ദിവസം നാം കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം ഈ ആഹാബും കുടുംബവും നമ്മോട് എന്ത് പറയുകയാണ്? ഒരു വാണിംഗ് ആയിട്ട്, മുന്നറിയിപ്പായിട്ട്, ഒരു അലേർട്ടായിട്ട് പറയുകയാണ്. ഈ കുടിലതന്ത്രം തനിക്കും തൻ്റെ കുടുംബത്തിനും എന്നേക്കുമുള്ളൊരു കണിയായിട്ട് മാറി. കാരണം 2 രാജാവ് 9:10 വായിക്കുന്നത്, നേരത്തെ ഒരു മുൻ പ്രവചനമുണ്ടായിരുന്നു. എന്താണ് പ്രവചനം? അത് ജിസ്രയേൽ പ്രദേശത്ത് വെച്ച്, ഇസ്രായേലല്ല, ജിസ്രയേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ എന്ത് ചെയ്യും? നിന്റെ രക്തം, നിന്റെ ശരീരം തിന്നും. അവരുടെ രക്തം നക്കിയതായിട്ടാണ് വായിക്കുന്നത്. ഒരിക്കൽ ഇസ്രായേലിലെ 1-ാം രാജാവായ ശൗൽ ദാവീദിനെ അപമാനിച്ചതുകൊണ്ട് യോനാഥാൻ വളരെയധികം വ്യസനിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ദാവീദുമായി ഒരുമിച്ച് വലിയൊരു വയലിലേക്ക് പോയി. 1 ശമൂവേൽ 20-ാം അധ്യായത്തിൻ്റെ 34-35. ഇവിടെ യോനാഥാൻ്റെ ഇഷ്ടസ്നേഹിതനായ ദാവീദിനെ അപമാനിച്ചതിൽ വലിയ ദുഃഖം തൻ്റെ അപ്പനെ അറിയിച്ചു. ഇതുകൊണ്ട് കാര്യം അവസാനിച്ചില്ല കേട്ടോ. ഈ ദാവീദിനെ അപമാനിച്ച ശൗലിൻ്റെ വില്ല് ഒടിയുന്നത് നമുക്ക് കാണാണ്ട് കഴിയും. നമ്മുടെ ഇന്നത്തെ ശീർഷം അത് തന്നെയാണല്ലോ, വില്ലൊടിക്കുന്ന ദൈവം. ആരായിരുന്നാലും, ആഹാബായിരുന്നാലും ദാവീദായിരുന്നാലും ആര് തന്നെയായിരുന്നാലും, കർത്താവിന് വിരോധമായി, ദൈവത്തിന് വിരോധമായി നാം ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് നമ്മുടെ വില്ലൊടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കണം. ശൗല് ദാവീദിനെ അപമാനിച്ചു. എന്നാൽ ആ അപമാനത്തിന് പകരമായിട്ടൊരു ഒരു പ്രതികരണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. കാരണം ശൗലിൻ്റെ വില്ല് ഒടിയുന്നത് കാണാൻ കഴിയും. 1 ശമൂവേൽ 31-ാം അധ്യായത്തിന് 4 മുതൽ 6 വരെ കാണാം. താൻ പറയുന്നത്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയാതെയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന്
വാളിനാൽ ആണെന്ന് തോന്നും. പക്ഷേ 2 ശമൂവേൽ 1:6-9 വരെ പഠിച്ചാൽ ഒരു അമാലേക്യൻ വന്ന് ശൗലിനെ എന്ത് ചെയ്തു? കൊന്നു. അതവന് വലിയ അപമാനമായി പോയി. നോക്കുക, ഒരു അമാലേക്യൻ വന്ന് എന്ത് ചെയ്തു? അവനെ വാളിനാൽ കൊല്ലുവാനായിട്ട് ഇടയായിരുന്നു. പ്രിയരെ, ഒരിക്കൽ ഈ ശൗലിനോട് യഹോവ ശമൂവേൽ മുഖാന്തരം അരുളി ചെയ്തതാണ്. എന്താണ്? നീ അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതിനെയും നിർമൂലമാക്കി കളയണമെന്ന് 1 ശമൂവേൽ 15:3 പറഞ്ഞതാണ്. എന്നാൽ ശൗൽ ചെയ്തത് എന്താണ്? 1 ശമൂവേൽ 15:9 അവൻ നിർമൂലമാക്കാൻ മനസ്സില്ലാതെ ജീവനോട് ശേഷിച്ചു. അവൻ എന്ത് ചെയ്തു? പിന്നീട് അവന് തന്നെ ദോഷമായി. ആ അമാലേക്യർ എന്ത് ചെയ്തു? അവൻ്റെ തലയ്ക്ക് ദോഷമായി തീർന്നു എന്ന് വായിക്കുന്നത്. ഈ ഭാഗം പഠിക്കുന്ന ഒരു പഠിതാവിനോടുള്ള ബന്ധത്തിൽ ഒബദ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് കാര്യം മനസ്സിലാക്കാൻ കഴിയും. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? ഒബദ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാൻ ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നീ ചെയ്തതുപോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നോക്കുക, നീ ചെയ്തതുപോലെ തന്നെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലയിലേക്ക് മടങ്ങി വരും. അപ്പോൾ നാം ചെയ്യുന്നതിന് ഒരു റിയാക്ഷൻ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇവിടെ ശൗൽ എന്ത് ചെയ്തു? ശൗൽ ദാവീദിനെ അപമാനിച്ചു. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്തു? ഉണ്ടായി. കാരണം അവനോട് നശിപ്പിക്കാൻ പറഞ്ഞവൻ നശിപ്പിക്കാതെ വന്നു. എന്ത് ചെയ്തു? അതിലൊരുവൻ അമലേക്യൻ വന്ന് എന്ത് ചെയ്യും? ഇവനെ കൊന്നുകളയാനിടയായി. പുതിയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ ഭൂമിയിൽ വെച്ച് കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. പ്രിയ ദൈവജനമേ, നമ്മൾ നിർമൂലമാക്കേണ്ടത്, നശിപ്പിക്കേണ്ടത്, ക്ഷമിക്കേണ്ടത് യോഗ്യമായ നിലയിൽ ചെയ്യാതെ വന്നാൽ തമ്പുരാൻ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നത്, തമ്പുരാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല കേട്ടോ. നശിപ്പിക്കേണ്ടത് നശിപ്പിക്കാതിരുന്നാൽ ആ ജാതിയിൽ ശേഷിപ്പിച്ചിരുന്ന ഒരു അമാലേക്യൻ തൻ്റെ വില്ല് കൊലച്ചു. ഏത്? ശൗലിൻ്റെ വില്ല് എന്ത് ചെയ്തു? ഒടിഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്ത് നമുക്ക് നിന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വിസ്താര ഭയത്താൽ ഞാനിവിടെ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. എതിർച്ചയാ എന്ത് ചെയ്തു? ഒരു അമാലേക്യൻ വില്ല് കൊലച്ചു. എന്ത് ചെയ്തു? ശൗലിൻ്റെ വില്ല് ഒടിഞ്ഞു പോകുവാനിടയായി. തലമുറയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ കാലഹരണപ്പെട്ടുപോയി. ആഹാബേ, ഇസബേലേ, ശൗലേ, നിങ്ങൾ മറ്റുള്ളവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും നിർദോഷ രക്തം ചൊരിയിക്കുകയും ചെയ്താൽ നാബോത്തിൻ്റെ രക്തം നിന്നോട് നിലവിളിക്കും. ആകയാൽ നീ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നുള്ള 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ പ്രബോധന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. നിന്റെ വില്ല് ഒടിയാതെ നീ സൂക്ഷിക്കണം എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വില്ല് ഒടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹോശേയ 1:5 യേഹൂ ഗൃഹത്തോട് പ്രവാചകൻ്റെ ആദ്യ ദൂതാണ്. കാരണം ലൗകികരെക്കാൾ ദൈവമക്കൾ കുറ്റം ചെയ്താൽ കഠിനമായി ശിക്ഷിക്കപ്പെടും. ആഹാബിൻ്റെ മ്ലേച്ഛത നീക്കുവാൻ ദൈവം എന്ത് ചെയ്തു? യേഹൂ ഗൃഹത്തെ നിയോഗിച്ചു. അവരുടെ അവിശ്വസതയാൽ ആഹാബ് ഗൃഹത്തെ എന്ത് ചെയ്തു? അളന്ന് അതേ അളവുകോൽ കൊണ്ട് യേഹൂ ഗൃഹത്തെയും അളക്കുന്നു. വില്ല് കുലച്ചാണ് യേഹൂ ആഹാബിൻ്റെ മകനായ യോരാമിനെ കൊന്നത്. 2 രാജാവ് 9:22. ആ വില്ല് തന്നെ എന്ത് ചെയ്തു? ദൈവം ഒടിക്കുവാൻ പോകുന്നു. 1 ഹോശേയയുടെ പ്രവചനം 1-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും എന്ന് ഒബദ്യ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. അതുപോലെ തന്നെ ന്യായാധിപന്മാർ 9:57 ശേക്കെം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തും. ഈ വചനങ്ങളൊന്നും വെറുതെ പോകുകയില്ല കേട്ടോ. നാം ഒരു പന്ത് എതിർദിശയിൽ എറിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് ഭിത്തിയിൽ തട്ടി അത് തിരിച്ച് എറിഞ്ഞ സ്ഥലത്തേക്ക് വരുമെന്ന് ഉള്ള അറിവ് ഏതൊരു വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസിൻ്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? നിന്നെ മറ്റുള്ളവർ ഓർക്കേണ്ടതിന് നിന്റെ പ്രവൃത്തിയും നടപ്പും നന്നാക്കുവിൻ. നന്മയോട്
തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. റോമർ 12:21. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.